നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന ക്രൈസ്തവ സന്ദേശം അടിസ്ഥാനമാക്കിയ ദൗത്യം കൊല്ലം രൂപത മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊല്ലം രൂപതയുടെ 700ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ത്രിവത്സര പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ഇല്ലാതെ 9 മാസം. ഇടുക്കി റാണിക്കോവിലിൽ എസ്റ്റേറ്റ് ലയത്തിൽ 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം ഇരുട്ടിൽ. BMS തൊടുപുഴ ആലക്കോട് മൂലമറ്റ മേഖലകളുടെ സംയുക്താഭിമുഖ്യത്തിൽ BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന GK അജിത്തിന്റെ അനുസ്മരണ യോഗം തൊടുപുഴയിൽ നടന്നു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോട്ടയം ഡിവിഷൻ സമ്മേളനം പാലായിൽ നടന്നു. ഫെഡറേഷൻ ദേശീയ രക്ഷാധികാരി C രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ യോഗം BJP ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രസാദ് വണ്ണപ്പുറം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന ക്രൈസ്തവ സന്ദേശം അടിസ്ഥാനമാക്കിയ ദൗത്യം കൊല്ലം രൂപത മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊല്ലം രൂപതയുടെ 700ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ത്രിവത്സര പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. 7 നൂറ്റാണ്ടായി സ്നേഹം, കാരുണ്യം, സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന ദൗത്യമാണ് സഭ നിറവേറ്റിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലെ മാറ്റത്തിൽ മിഷണറിമാരും സഭയും നിർണായക പങ്കുവഹിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനും അടിമത്തത്തിനെതിരായ പോരാട്ടത്തിനും അച്ചടിയുടെ വളർച്ചയ്ക്കും സഭയുടെ പ്രവർത്തനങ്ങൾ വഴിയൊരുക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ആദ്യ റോമൻ കത്തോലിക്ക രൂപതയായ കൊല്ലം രൂപതയുടെ 700ാം വാർഷിക ആഘോഷങ്ങളുടെ ത്രിവത്സര പദ്ധതി പട്ടത്താനം ഭാരതരാജ്ഞി ഇടവക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് ആദ്യമായി സ്ഥാപിതമായ ഒരു രൂപതയുടെ 700ാം വാർഷികം എന്നുള്ള ചരിത്ര മുഹൂർത്തത്തിലാണ് നാം ഇന്ന്. ക്രൈസ്തവ ദർശനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രമിച്ച മഹാദൗത്യം ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരുപാട് മിഷണറിമാരുടെ, പിതാക്കന്മാരുടെ, വൈദിക ശ്രേഷ്ഠരുടെ, സന്യാസിനിമാരുടെ എല്ലാം കേന്ദ്രമായിരുന്ന ഒരു രൂപത എന്നത് ചരിത്രത്തിന് വലിയ സ്ഥാനം കുറിക്കുകയാണ്. വലിയ ദൗത്യമാണുള്ളത്, വലിയ മിഷനാണ്, ഒരു മിഷൻ തന്നെയാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു മിഷനാണ്. എന്താണ് മിഷൻ? പത്രോസ് പറഞ്ഞതുപോലെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന അവന്റെ നാമം ഘോഷിപ്പാൻ ഉള്ള വംശമാണ്, രാജകീയ വംശമാണ് നിങ്ങൾ എന്നാണ്. എല്ലാത്തിനെ കുറിച്ചും അതാണ് ചരിത്രം. വെളിച്ചത്തെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ ഒരുപാട് പറയുന്നത്. വെളിച്ചം അല്ലെ, ബൈബിളിന്റെ ഉൽപ്പത്തി തുടക്കം മുതൽ തന്നെ വെളിച്ചത്തെ കുറിച്ചാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരതിക്കൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. പിന്നെ വെളിച്ചത്തെയും ഇരുട്ടിനെയും ദൈവം രണ്ടാക്കി മാറ്റി, രാത്രിയെന്നും പകലെന്നുമാക്കി മാറ്റി. ആദ്യ സന്ധ്യയും ഉഷസ്സും ഉണ്ടായി. വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അന്ധകാരത്തിലേക്ക് വെളിച്ചം എന്നുള്ളതാണ് ഒരു വലിയ ക്രൈസ്തവ സന്ദേശം. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സാധാരണ ഇരുട്ടിലേക്ക് വെളിച്ചം എന്നതിന്റെ അപ്പുറത്തേക്ക് അറിവില്ലായ്മയിലേക്ക് വെളിച്ചം വരുന്നു, അറിവുണ്ടാകുന്നു എന്നത് കൂടിയാണ്. ഈ മാറ്റം അദ്ദേഹം അഭിവന്ദ്യനായ പിതാവൂടെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റത്തിൽ ഈ മിഷണറിമാർ ഉൾപ്പെടെയുള്ള സഭ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠിക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് വന്ന മിഷണറിമാരാണ് പറഞ്ഞത് അവരെ കൂടി പഠിപ്പിക്കണം. അവരെ പഠിപ്പിച്ചാൽ സവർണരായിട്ടുള്ള ആളുകൾ പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വരണ്ട, ഇവര് പഠിച്ചോളും എന്ന് പറഞ്ഞാൽ ധൈര്യം കാണിച്ച മിഷണറിമാരുണ്ടായിരുന്നു. അവരാണ്
ഇവിടുത്തെ അടിമ സമ്പ്രദായം അവസാനിപ്പിച്ചത്, അച്ചടി കണ്ടുപിടിച്ചത്. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആശംസ നേർന്നു. മാർപ്പാപ്പയുടെ ഇന്ത്യൻ സ്ഥാനപതിയുടെ പേപ്പൽ സന്ദേശം ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ഫാദർ ജോസഫ് ജോർജ് വായിച്ചു. രൂപതാ PRO ഫാദർ ലാസർ എസ് പട്ടക്കടവ് പരിഭാഷപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ തെളിച്ച ക്രിസ്തുജ്യോതി ജൂബിലി ദീപം ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ഫാദർ സേവ്യർ ലാസർ സ്വീകരിച്ചു. കൊല്ലം രൂപത മുൻ മെത്രാൻ ബിഷപ്പ് സ്റ്റാൻലി റോമനും അനുഗ്രഹ പ്രഭാഷണം നടത്തി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, MLA വിഷ്ണു മോഹൻ, മേയർ AK ഹഫീസ്, വിമല ഹൃദയ സഭ മദർ ജനറൽ സിസ്റ്റർ റെനോറ മേരി, പ്രൊഫസർ ഡോക്ടർ ബിജു ടെറൻസ് അരവിള, KCYM രൂപത പ്രസിഡന്റ് അലക്സ് കെന്നഡി, വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ബൈജു ജൂലിയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈദ്യുതിയില്ലാതെ 9 മാസം. ഇടുക്കി റാണിക്കോവിലിൽ എസ്റ്റേറ്റ് ലയത്തിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം ഇരുട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട് 9 മാസം. കമ്പനി ഉടമകളായ ബെദൽ ടീ പ്ലാന്റേഷൻ അപേക്ഷ നൽകാത്തതാണ് തൊഴിലാളി ലയത്തിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ തടസ്സമായിരിക്കുന്നത്. ഇടുക്കി പീരുമേട് റാണികോവിൽ എസ്റ്റേറ്റിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം ഇരുട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട് 9 മാസം. കമ്പനി ഉടമകളായ ബെദൽ ടീ പ്ലാന്റേഷൻ അപേക്ഷ നൽകാത്തതാണ് തൊഴിലാളി ലയത്തിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ തടസ്സമായിരിക്കുന്നത്. ബാലകൃഷ്ണന്റെയും പളനിയമ്മാളിന്റെയും കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ. ഇവരുടെ മകൾ മഞ്ജുഷയ്ക്ക് 6 മാസം പ്രായമായ കുഞ്ഞുമുണ്ട്. വിഷയം കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്ന് ടീ കമ്പനി സൂപ്പർവൈസർ അജി പറഞ്ഞു. റാണികോവിൽ എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളായിരുന്നു ബാലകൃഷ്ണനും പളനിയമ്മാളും. തോട്ടം ബെദൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെ ബാലകൃഷ്ണന് പണിയില്ലാതായി. പളനിയമ്മാൾക്ക് അനുവദിച്ച ലയത്തിലാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത്. കുറെ കാലം ഒഴിഞ്ഞു കിടന്നിരുന്നതിനെ തുടർന്ന് ബിൽ തുക കുടിശ്ശിക വന്നതിനാൽ ഇവർ ഇപ്പോൾ താമസിക്കുന്ന ലയത്തിലെ കണക്ഷൻ KSEB വിച്ഛേദിച്ചിരുന്നു. താമസം തുടങ്ങിയത് മുതൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് മാനേജ്മെന്റിനോടും KSEBയോടും ഇവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. 6 മാസം പ്രായമായ കുഞ്ഞുമായി മെഴുകുതിരി വെട്ടത്തിലാണ് ഇവർ കഴിയുന്നത്. എസ്റ്റേറ്റ് ലയത്തിലെ കണക്ഷൻ ആയതിനാൽ കുടിശ്ശിക അടിച്ച ഉടമ അപേക്ഷ നൽകിയാലേ വൈദ്യുതി വകുപ്പിന് പുനഃസ്ഥാപിക്കാൻ കഴിയൂ. കഴിഞ്ഞ വർഷം നവംബറിൽ സമീപത്തെ ലയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇവർ നേരത്തെ താമസിച്ചിരുന്ന ലയവും കത്തിനശിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇവർ മറ്റൊരു ലയത്തിലേക്ക് മാറിയെങ്കിലും പ്രസവത്തിനായി മകൾ മഞ്ജുഷയും എത്തിയതോടെ കുടുംബത്തിന്റെ സാഹചര്യം കൂടുതൽ പരിതാപകരമായി. ഇവർ താമസിച്ചിരുന്ന ലയം മഴക്കാലത്ത് തകർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ ഇപ്പോൾ താമസിക്കുന്ന ലയത്തിലേക്ക് കുടുംബത്തെ മാനേജ്മെന്റ് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. BMS തൊടുപുഴ, ആലക്കോട്, മൂലമറ്റ മേഖലകളുടെ സംയുക്താഭിമുഖ്യത്തിൽ BMS സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന GK അജിത്തിന്റെ അനുസ്മരണ യോഗം തൊടുപുഴയിൽ നടന്നു. പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് C രാജേഷ് അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന ട്രഷറർ CB വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. RSS വിഭാഗ് സംഘാലക് KN രാജു, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. BMS തൊടുപുഴ, ആലക്കോട്, മൂലമറ്റം മേഖലകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന GK അജിത്തിന്റെ അനുസ്മരണ യോഗം തൊടുപുഴയിൽ നടന്നു. പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് C രാജേഷ് അധ്യക്ഷനായി. BMS സംസ്ഥാന ട്രഷറർ CB വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളമാസകലമുള്ള നമ്മുടെ പ്രവർത്തകർക്ക് ഒരു മാർഗദർശനം ആയിരുന്നു എന്ന് BMS പ്രവർത്തകർ മനസ്സിലാക്കിയെന്നുള്ളതാണ്. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഏതാണ്ട് 4-5 കോടി രൂപ സമാഹരിച്ച് ഈ സേവാപ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളതാണ്. അതേ തുടർന്ന് ഇന്നിപ്പോൾ BMSന്റെ സംസ്ഥാന ഭാരവാഹികൾ കൂടുമ്പോൾ ഒരു 50 അപേക്ഷ ഓരോ മാസവും നമ്മുടെ ചികിത്സാ സഹായം, മരണാനന്തര സഹായം എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്നത്. അപ്പോൾ ആ ആശയത്തിൻ്റെ ഒരു സൃഷ്ടാവ് അത് ഫലപ്രദമായി നടപ്പാക്കിയതിൻ്റെ കാര്യം ഈ അജിജിയുടെ ഒരു കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തുടങ്ങി വെച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇത്തരത്തിൽ നമുക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിക്കുമോ? BMSന്റെ മാത്രം പ്രവർത്തനമല്ല, സംഘടന ഏത് രീതിയിലൊക്കെയാണ് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് അത്തരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ട് പൂർണ്ണമാകും. തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും അതിനു വേണ്ടിയിട്ടുള്ള കടമയുണ്ട്. നമ്മൾ ഓരോരുത്തരും അത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനോടൊപ്പം തന്നെ എന്നെ ഉൾപ്പെടെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ പൂർണ്ണമായും നിർവഹിക്കുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചു. RSS വിഭാഗ് സംഘചാലക് KN രാജു, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു, ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PG ജയകൃഷ്ണൻ,
പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, NDU ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ VC, അഭിഭാഷക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS വിനയരാജ്, വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KN രഘുനാഥ്, RSS ജില്ലാ സമ്പർക്ക് പ്രമുഖ് VK സാജൻ, KSTES സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അരവിന്ദ്, BMSRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിശാൽ ചന്ദ്രൻ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് പ്രേം കിഷോർ, KWAES ജില്ലാ സെക്രട്ടറി ബോണി മാത്യു, KVMS ജില്ലാ സെക്രട്ടറി ഷിബു മാഞ്ചേരിൽ, BMS സംസ്ഥാന സമിതി അംഗം K ജയൻ, മേഖലാ പ്രസിഡന്റ് B അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നീണ്ടകര ഉൾപ്പെടെ തീരദേശ മേഖലകളിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കടലിൽ കാണാതാവുന്ന തൊഴിലാളികളെ കണ്ടെത്താൻ സർക്കാർ നടത്തുന്ന വേഗതയേറിയ ഇടപെടലുകളെ അഭിനന്ദിച്ച് ലത്തീൻ സഭ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റവറന്റ് ഡോക്ടർ തോമസ് ജെനെറ്റോ കൊല്ലം രൂപതയുടെ 700ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, സഭ ഈ ലോകത്തിലാണ്, ഈ ചരിത്രത്തിലാണ്. എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ആകുലതകളും സഭാ മക്കളായ നമ്മുടെ ഓരോരുത്തരെയും ആകുലതകളാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കാണുവാനില്ലാത്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നീണ്ടകരയിലെ വീട്ടിൽ സന്ദർശിച്ചിട്ട് വന്നു. പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം ഉത്തരം പറഞ്ഞു. എന്നോട് പറയുകയായിരുന്നു 10 ദിവസത്തിനുള്ളിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ പിന്തുണയും ദൈവത്തോട് ഇവയെല്ലാം വിജയപ്രദമായി നടക്കുള്ള പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേരുകയാണ്. സ്നേഹ ബഹുമാനമുള്ളവരെ, നമുക്ക് സുവിശേഷത്തിന്റെ ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോട്ടയം ഡിവിഷൻ സമ്മേളനം പാലായിൽ നടന്നു. ഫെഡറേഷൻ ദേശീയ രക്ഷാധികാരി C രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് ജോസഫ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോട്ടയം ഡിവിഷൻ സമ്മേളനം പാലായിൽ നടന്നു. അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഫെഡറേഷൻ ദേശീയ രക്ഷാധികാരി C രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ മുഖ്യ ഘടകമാണ് ഈ കോട്ടയം ഡിവിഷൻ 18 ബ്രാഞ്ചുകളും അഭിമാനകരമായ യൂണിറ്റുകൾ ഉണ്ടാക്കി മാനേജ്മെന്റിനെ വിറപ്പിക്കുന്ന സംഘടനയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ വിറപ്പിച്ച സംഘടനയായത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് എനിക്ക് വയ്യ. കഴിഞ്ഞ 4 ദിവസം ഡൽഹിയിൽ എന്റെ കാല് മന്ത് പോലെ പൊട്ടിയിരിക്കുക, നടക്കാൻ വരായിരുന്നു. രാജ്യത്തിന്റെ പിടിച്ച എയർപോർട്ടിൽ വണ്ടി കയറ്റിയത്. പക്ഷെ ഒന്നെന്താണെന്ന് വെച്ചാൽ, നിങ്ങളില്ലായിരുന്നെങ്കിൽ, ഈ സംഘടന ഇല്ലായിരുന്നെങ്കിൽ C രാധാകൃഷ്ണൻ LIC ആയിരുന്നില്ല. നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുന്നു, കുമരകത്ത് വെച്ച് ചെയർമാനെ കരാമോ ചെയ്തതിന്റെ ഫലമായിട്ട് എന്നെ അങ്ങനെ യാതൊരു സന്തോഷമുള്ളവരും ടെർമിനേറ്റ് ചെയ്യിച്ചു. അല്ലാതെ ചെയർമാൻ സാധാരണ ടെർമിനേറ്റ് ചെയ്യുന്നതോ അല്ല ഡിവിഷന്മാരോ അല്ല സോളന്മാരോ മതി. ഇത് എന്നെ ചെയ്താൽ ഏറ്റവും കാരണം എന്താ വെച്ചാൽ, പിന്നെ ഒരു അപ്പീൽ വേണമെങ്കിൽ ഡയറക്ടറോട് വേണം അപ്പീൽ കൊടുക്കാൻ, വേറെ ആർക്കും. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രമാണിയായ വിജയൻ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയർമാൻ തന്നെ ഒരു കാര്യം പറയുന്നില്ല. ഡിവിഷൻ പ്രസിഡന്റ് ജോസഫ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ, ദേശീയ ജനറൽ സെക്രട്ടറി K രാമചന്ദ്രൻ, മുൻ വർക്കിംഗ് പ്രസിഡന്റ് KC ജെയിംസ്, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി PC ലതാമോൾ, ഡിവിഷൻ ട്രസ്റ്റി NO ജോർജ്, എറണാകുളം ഡിവിഷൻ പ്രസിഡന്റ് സ്റ്റെവിൻ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PT സാംകുട്ടി, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ടോം സെബാസ്റ്റ്യൻ, ട്രഷറർ ബിജു ജോസഫ്, ഡിവിഷൻ വൈസ് പ്രസിഡന്റ് ഡായി ജോസഫ്, ഡിവിഷൻ സെക്രട്ടറി ലൈല ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവിഷൻ ജനറൽ സെക്രട്ടറി അനൂപ് സോമനാഥ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് KC വർഗീസ് നന്ദിയും പറഞ്ഞു. ദേശീയ രക്ഷാധികാരി C രാധാകൃഷ്ണൻ, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ, ദേശീയ ജനറൽ സെക്രട്ടറി K രാമചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച ബിസിനസ് വിജയം നേടിയ ഏജന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. ആരോഗ്യ പരിപാലനത്തിനും ശരീരബലത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ഉത്തമമാണ്. ഉലുവ, ആശാളി, ജീരകം, ചപ്പങ്ങം, നെയ്യ്, തേങ്ങ, ഔഷധക്കൂട്ട് എന്നീ ചേരുവകൾ ചേർത്ത് ഉണക്കലരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞി കുട്ടികൾ ആസ്വദിച്ചു കഴിച്ചു. ഔഷധക്കഞ്ഞിയുടെ കൂട്ട് ചോദിച്ചറിഞ്ഞ കുട്ടികൾ അമ്മയോട് പറഞ്ഞ് വീട്ടിലും കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മടങ്ങിയത്. ആദ്യമായാണ് ഏറെ കുട്ടികളും പ്ലാവില കുമ്പിൾ ഉപയോഗിച്ച് കഞ്ഞി കുടിച്ചത്.
ഗ്യാസ്, അസിഡിറ്റി എന്നിവ പരിഹരിച്ച് ദഹനം സുഗമമാക്കാൻ പ്ലാവിലക്കൊമ്പിൾ സഹായിക്കുമെന്ന അറിവ് കുട്ടികളിൽ കൗതുകമുണർത്തി. മാനേജർ ലാൽ വർഗീസ്, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, ഡെയ്സി എൽദോസ്, ഷിജി എൽദോസ്, സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ഭക്ഷണം മലയാളിയുടെ ഒരു ശീലമാണ് അല്ലേ? പ്രകൃതി വിഭവങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി നമുക്കറിയാം ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലേ, അല്ലെങ്കിൽ കോളയും മറ്റു സംഗതികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം രോഗങ്ങളോ വരുന്നത് അല്ലേ? ക്യാൻസർ പോലെ ഒത്തിരി വിപത്തുണ്ടാകും. പക്ഷെ ഇതുപോലുള്ള സംഗതികൾ പരമ്പരാഗതമായ രീതിയിൽ ശരീരത്തിന് ആരോഗ്യം പകരുന്ന ഈ വിഭവങ്ങൾ നമ്മൾ കഴിച്ചാൽ നമുക്ക് ആരോഗ്യ സമൃദ്ധി ഉണ്ടാവും. അപ്പോൾ അതിനെപ്രതിയാണ് നമ്മുടെ സ്കൂളിലെ സീഡ് ക്ലബ്ബ് എല്ലാ വർഷവും ഇങ്ങനെ ഔഷധക്കഞ്ഞിയും കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഇതിനെ കോർഡിനേറ്റ് ഷെല്ലി ടീച്ചറും മറ്റേ അധ്യാപകരും എല്ലാം ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട മാനേജർ നമ്മുടെ ഒപ്പമുണ്ട്. മാനേജറൊക്കെ ലഭിച്ച് എൻ്റെ വാക്കുകൾ പറയും. നല്ല ആരോഗ്യം വരുന്നതിന് 1 വർഷത്തേക്കുള്ള ആ ഒരു കർക്കിടക മാസത്തിൽ മഴയ്ക്ക് പോയി നല്ല കാലാവസ്ഥ ഉറപ്പായിട്ട് ഭക്ഷണം കഴിക്കുക അത് ലക്ഷ്യത്തോടുകൂടി ചെയ്ത് തുടങ്ങിയൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെ ഒരു ഔഷധക്കഞ്ഞി ഇവിടെ കൊടുക്കുവാനായിട്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് 2026-2027 ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കനകക്കുന്ന് വാർഡ് ഗ്രാമസഭ നടത്തി. പെരുന്തൊട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഗ്രാമസഭയിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതി, 15ാം പഞ്ചവത്സര പദ്ധതി, ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ്, അംഗീകാരം എന്നിവയുടെ ഭാഗമായാണ് കനകക്കുന്ന് വാർഡ് ഗ്രാമസഭ നടത്തിയത്. പെരുന്തൊട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഗ്രാമസഭയിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് അധ്യക്ഷനായി. വാർഡ് അംഗം അഭിലാഷ് പാലക്കാട്ട് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി മുഖ്യപ്രഭാഷണം നടത്തി. പഠനരംഗത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ വാർഡിലെ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാംകുടി ഡിവിഷൻ അംഗം ഡോളി സുനിൽ, പ്രകാശ് ഡിവിഷൻ അംഗം സുബി കൂന്തളായിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിലാനി സാബു, അംഗങ്ങളായ ബിന്ദു സന്തോഷ്, റംല അസീസ്, CDS അംഗം റിഞ്ചു തോമസ്, ADS പ്രസിഡന്റ് എൽസമ്മ, വർഗീസ് കോറോത്ത്, സെബാസ്റ്റ്യൻ മൈലാങ്കൽ, വന്ദന താളനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഗവൺമെന്റ് വന്നു. ജൂൺ 19-ാം തീയതി പുതിയ ബഡ്ജറ്റ് നടന്നു. കഴിഞ്ഞ തവണ വരെ ഉണ്ടായിരുന്നതിനേക്കാൾ 1% കൂടുതൽ വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വകയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും കഴിഞ്ഞ തവണ കിട്ടാതെ വന്നത് തരാനുള്ള മാർഗമില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതി നമ്മുടെ പദ്ധതികളിലെല്ലാം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും വീട് മെയിൻ്റനൻസ് എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ ആഗ്രഹിച്ച ഒരു പദ്ധതിയായിരുന്നു ജനറൽ വിഭാഗത്തിന്, പൊതുവിഭാഗത്തിന് വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും വെച്ച് ഒരു വീടിന് കൊടുക്കാവുന്ന രീതിയിലേക്ക് ഒരു പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഫണ്ടിന് കുറവ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റാതെ വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം മുന്നിലുണ്ട്. എന്തായാലും എങ്കിൽ പോലും പരമാവധി നമ്മുടെ മേഖല കാർഷിക മേഖലയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൽ വമ്പൻ വിലക്കുറവും കോംബോ ഓഫറുകളുമായി ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിലിന് തുടക്കമായി. കഴിഞ്ഞ 25 വർഷമായി ഗുണമേന്മയേറിയ വസ്ത്രങ്ങൾ വിപണിയിലെത്തിച്ച് തൊടുപുഴയുടെ ജനകീയ ബ്രാൻഡായി മാറിയ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. സാരി, ചുരിദാർ സെറ്റ്, ലേഡീസിന്റെയും ജെന്റ്സിന്റെയും വിവിധ മോഡലുകളിലുള്ള ജീൻസ്, ഷർട്ട്സ്, ടോപ്പ്, കുർത്തീസ് എന്നിവ കോംബോ ഓഫറിൽ ലഭ്യമാണ്. തൊടുപുഴ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൽ വമ്പൻ വിലക്കുറവും കോംബോ ഓഫറുകളുമായി ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിലിന് തുടക്കമായി. കഴിഞ്ഞ 25 വർഷമായി ഗുണമേന്മേറിയ വസ്ത്രങ്ങൾ വിപണിയിലെത്തിച്ച് തൊടുപുഴയുടെ ജനകീയ ബ്രാൻഡായി മാറിയ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൻ്റെ ഓണം ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 26 വർഷമായി തൊടുപുഴയിലെ സാധാരണക്കാരുടെ വസ്ത്രാലയമായ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ഈ വർഷവും 1 ഫ്രീ ആരംഭിച്ചിരിക്കുകയാണ്. കോംബോ ഓഫറിന്റെ ഭാഗമായി 2 കോട്ട സാരി 298 രൂപയ്ക്കും, 2 ഫാൻസി സാരി 598 രൂപയ്ക്കും, 2 ചുരിദാർ സെറ്റ് 798, 2 ഫാൻസി ചുരിദാർ സെറ്റ് 998 രൂപയ്ക്കും, 2 ലേഡീസ് ടോപ്പ് 198, 2 ഫോർമൽ ഷർട്ട് 498, 598 രൂപ നിരക്കിലും, 2 ലോങ് ഫിറ്റ് ഷർട്ട് 398, 598 രൂപ നിരക്കിലും, 2 ജീൻസ് 798, 2 ബാഗി ജീൻസ് 998 രൂപയ്ക്കും, 2 ഡബിൾ മുണ്ട് 398, 2 കോട്ടൺ ഡബിൾ മുണ്ട് 498 രൂപയ്ക്കും, 2 കാവി, 2 കൈലി, 2 കളർ മുണ്ടുകൾ 198, 2 കോട്ടൺ ബെഡ്ഷീറ്റ് സിംഗിൾ 298, 2 കോട്ടൺ ബെഡ്ഷീറ്റ് ഡബിൾ 398,
2 കോട്ടൺ ബെഡ്ഷീറ്റ് ഫാമിലി 498 രൂപയ്ക്കും, 2 കുർത്തി 298, 2 കോട്ടൺ കുർത്തി 398, 2 ഫാൻസി കുർത്തി 598 രൂപയ്ക്കും, 2 കോട്ടൺ വിത്ത് ലൈനിങ് കുർത്തി 698 രൂപയ്ക്കും, 2 റെഡിമെയ്ഡ് ചുരിദാർ 798 രൂപ, 2 പാൻറ്റീസ് 58, ലെഗിങ്സ് 198, 2 ലേഡീസ് കോട്ടൺ പാൻറ് 398, 2 പലാസോ പാൻറ് 138, 198 രൂപയ്ക്കും, 2 നൈറ്റ് പാൻറ് 198 രൂപയ്ക്കും, 2 ലേഡീസ് 3/4 158, 2 ലേഡീസ് ഷോർട്സ് 118 രൂപയ്ക്കും, 2 കോട്ട് സെറ്റ് 498, 2 കോട്ട് സെറ്റ് ഫാൻസി 598 രൂപയ്ക്കും, 2 ജെൻസ് പാൻറ്റീസ് 98, 2 പില്ലോ കവർ 58, 78, 98 നിരക്കിലും, 2 വലിപ്പമുള്ള ടർക്കി 198 രൂപയ്ക്കും ലഭ്യമാണ്. ബർമുടയ്ക്ക് 69 രൂപയും ടീഷർട്ടിന് 89 രൂപ നിരക്കിലും, ഷോർട്സിന് 19, 29 രൂപ നിരക്കിലും, റണ്ണിംഗ് മെറ്റീരിയൽ 39, 49, 69 രൂപ നിരക്കിലും, റെഡിമെയ്ഡ് ബ്ലൗസ് 69 രൂപയ്ക്കും, കോട്ടൺ പാവാട 79 രൂപയ്ക്കും, വലിപ്പമുള്ള തോർത്ത് 4 എണ്ണം 100 രൂപയ്ക്കും ലഭ്യമാണ്. കോട്ടൺ നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും 199 രൂപ നിരക്കിലും ലഭ്യമാണ്. ഇന്ന് 298 രൂപയ്ക്ക് കോട്ട സാരി 1 ഫ്രീ ആണ്. അതുപോലെ ഫാൻസി സാരികൾ 498 രൂപയ്ക്ക് 1 ഫ്രീ ആണ്. പിന്നെ പ്യുവർ കോട്ടൺ ചുങ്കുടി സാരിയൊക്കെ 698 രൂപയ്ക്ക് 1 ഫ്രീ ആണ്. ഈ കാണുന്ന എല്ലാ സാരികളും 1 ഫ്രീ ആണ്. 498, 598, 698 ഈ റേഞ്ചിൽ എല്ലാം 1 ഫ്രീ ആണ്. ചുരിദാർ മെറ്റീരിയൽ 1 ഫ്രീ ആണ്. 798 രൂപയ്ക്ക് 1 ഫ്രീ കിട്ടുന്നതാണ്. 798 രൂപ മുതൽ സ്റ്റാർട്ടിങ്. ഒന്നെടുത്താൽ 1 ഫ്രീ ചുരിദാർ മെറ്റീരിയൽ. അതുപോലെ ഫാൻസി കോട്ടൺ ഇതെല്ലാം 1 ഫ്രീ ആണ്. ഇത് 798 രൂപയ്ക്ക് 1 ഫ്രീ. ഇത് കോട്ടൻ്റെ 998 രൂപയ്ക്ക് 1 ഫ്രീ. കോട്ടൺ നൈറ്റി 199 രൂപയ്ക്കാണ്. അതുപോലെ ഫ്രോക്ക് നൈറ്റുകളാണെങ്കിൽ 199 രൂപ സ്റ്റാർട്ടിങ് ഫ്രോക്ക് നൈറ്റി. അതുപോലെ കോട്ടൺ പാവാടകൾ നമുക്ക് 79 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോട്ടൺ പാവാടകൾ 79 രൂപ മുതൽ. ലേഡീസിന് നേറ്റിടാനുള്ളതും പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായ പലാസോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 198 രൂപയ്ക്ക് 1/get 1 ഫ്രീ ആണ്. അതുപോലെ ഷോർട്സ് 118 രൂപയ്ക്ക് 1/get 1 ഫ്രീ ആണ് ഷോർട്സുകൾ. അതുപോലെ നേറ്റിടാൻ പറ്റിയ പാൻറ്റുകൾ 3/4 178 രൂപയ്ക്ക് 1 ഫ്രീ. പാൻ്റ് ആണെങ്കിൽ 198 രൂപയ്ക്ക് 1 ഫ്രീ. അതുപോലെ ടീഷർട്ടുകളും ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ടുകളും 198 രൂപയ്ക്ക് 1 ഫ്രീ ആണ്. അതുപോലെ പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റുകൾ സിംഗിള് 298 രൂപയ്ക്ക് 2 എണ്ണം, ഡബിള് 398 രൂപയ്ക്ക് 2 എണ്ണം, ഫാമിലി കോട്ട് 498 രൂപയ്ക്ക് 2 എണ്ണം. പില്ലോ കവർ ഉണ്ട്. പില്ലോ കവർ 58 രൂപ മുതൽ 2 എണ്ണം, 58 രൂപയ്ക്ക് 2, 78 രൂപയ്ക്ക് 2, 98 രൂപയ്ക്ക് 2 പ്യുവർ കോട്ടൺ. ഡബിൾ മുണ്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 398 രൂപയ്ക്ക് 2 എണ്ണം മുതലാണ്. 398 2, 498 2. അതുപോലെ കൈലിയുണ്ട്, കാവിയുണ്ട്, കളർ മുണ്ടുണ്ട്, ലുങ്കിയുണ്ട്. എല്ലാം 198 രൂപയ്ക്ക് 1 ഫ്രീ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് 39 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 39 രൂപ മുതൽ. ഇത് 49 രൂപ. പിങ്ക് ബ്ലൗസോ ആണെങ്കിൽ 79 രൂപ. കോട്ടൺ വരുന്ന അക്കോബ ഡിസൈൻ, ഫുട്ബോൾ ഡിസൈൻ 79 രൂപ. നല്ല ഹെവി വർക്ക് വരുന്ന നെറ്റൊക്കെ 99 രൂപ. കോട്ടണിൽ ഗ്ലാസ് വർക്ക് വരുന്ന ഐറ്റം 99 രൂപ. ഇതെല്ലാം കുറേ ഡിസൈൻസ് ഉണ്ട്. അതുപോലെ കുർത്തികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 298 രൂപയ്ക്ക് 1/get 1 ഫ്രീ ആണ്. ഇത് 298 രൂപയ്ക്ക്. ഇതുപോലെ കുട്ടികൾക്കൊക്കെ പറ്റുന്ന നല്ല ഫാൻസി ആയിട്ടുള്ള ഐറ്റം 498 രൂപയ്ക്ക് 1/get 1 ഫ്രീ ആണ്. അതുപോലെ ഇതെല്ലാം 1 ഫ്രീ ആണ്. ഇരിക്കുന്ന ഐറ്റം എല്ലാം 1 ഫ്രീ ആയിട്ടുള്ള ഐറ്റമാണ്. ജോർജറ്റിൽ ഹാൻഡ് വർക്കുള്ളത് ഇതെല്ലാം 1 ഫ്രീ ആണ്. ചുരിദാർ 1 ഫ്രീ ഉണ്ട്. 798 രൂപയ്ക്ക് റെഡിമെയ്ഡ് ചുരിദാർ 3 പീസ് 1 ഫ്രീ ആണ്. 798 രൂപയ്ക്ക് 2 എണ്ണം. കോട്ട് സെറ്റുകൾ 498 രൂപയ്ക്ക് 1 ഫ്രീ ആണ്. 498 രൂപയ്ക്ക് 1/get 1 ഫ്രീ കോട്ട് സെറ്റുകൾ. ഷർട്ടുകൾ നമുക്ക് 498 മുതലാണ് 1/get 1 ഫ്രീ ഉള്ളത്. ഒരു ജീൻസുകളും ഉണ്ട് 1 ഫ്രീ. 798 രൂപയ്ക്ക് 2 എണ്ണം. നല്ല പ്യൂർ ബാഗിയാണെങ്കിൽ 998 രൂപയ്ക്ക് 2 എണ്ണം.
ബ്യൂറോ, തൊടുപുഴ. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2026 അധ്യയന വർഷത്തിന് തുടക്കമായി. ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സാങ്കേതിക വിദ്യയിലും നൂതന ആശയങ്ങളിലും അതിവേഗ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ അറിവിനൊപ്പം മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-30 അധ്യയന വർഷത്തെ ബിടെക് ബാച്ചുകളുടെയും ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ബാച്ചിന്റെയും അധ്യയന വർഷ ഉദ്ഘാടനം കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. സാങ്കേതിക വിദ്യയിലും നൂതന ആശയങ്ങളിലും അതിവേഗ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ അറിവിനൊപ്പം മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കുവാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് തന്നെ നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കണം. സെൽഫ് ഡിസിപ്ലിൻ അതില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തൂഫാൻ അല്ലേ, ലഹരി വസ്തുക്കൾ സുലഭമാണ്, പല സ്ഥലങ്ങളിലും കിട്ടും. നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ അത് നമ്മുടെ കയ്യിലേക്ക് വരും. കൂട്ടുകാർ കൊണ്ടുവരാം, നാട്ടുകാർ കൊണ്ടുവരാം, പല രീതി വരാം. നിങ്ങൾ അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ബുദ്ധിയും നശിക്കും, ഓർമ്മയും നശിക്കും, നിങ്ങളുടെ ജീവിതവും നഷ്ടമായി തീരും. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കളെ കുറിച്ച് കരുതലുണ്ടാകണം. നല്ലൊരു സ്ഥാനത്ത് നിങ്ങൾ പഠിക്കുവാനായിട്ട് അവരെ കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ പഠനത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. കാരണം മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ സന്തോഷിക്കാൻ പറ്റും വാർദ്ധക്യത്തിൽ. അതുകൊണ്ട് ഈ നല്ലൊരു കോളേജിലേക്ക് പ്രവേശനം കിട്ടിയതിനെ സന്തോഷിക്കണം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം മനുഷ്യസ്നേഹവും മൂല്യബോധവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പള്ളിക്കൂടത്തിൽ പഠിച്ചത് സിലബസ് അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കിട്ടുന്നതെല്ലാം മാർക്കാണ്. അതിനൊരു മാർക്കല്ല ഇവിടെ പഠിപ്പിക്കുക. ആ മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല പഠിപ്പിക്കുക. സിലബസ് ഉണ്ട്, തിയറി ഉണ്ട്, ഒപ്പം ടെസ്റ്റ് ചെയ്യാൻ ലാബുകളുണ്ട്. എൻ്റെ അറിവുകൾ ശരിയായിട്ടാണ് പോകുന്നത് ടെസ്റ്റ് ചെയ്യാനുള്ള ഇടത്തിൻ്റെ പേരാണ് ലാബ്. അതുകൊണ്ടാകുന്ന എല്ലാ തോൽവികളും എങ്ങനെയാണ് ഞാൻ ഇനി മാറ്റിപ്പിടിക്കേണ്ടതിൻ്റെ സൂചനകളാണ്. നീ എത്രമാത്രം വിജയത്തിലേക്ക് അടുത്തിരിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. എത്രയും കൂടെ ശ്രമിച്ചാൽ ഞാൻ വിജയത്തിൽ എത്തുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ഹാൻഡ്സ് ഓൺ പ്രോഗ്രാമുകളും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അസൈൻമെന്റുകളും ലാബ് പരിശീലനങ്ങളും എല്ലാം നിങ്ങളെ സയന്റിസ്റ്റുകളാക്കുകയാണ്, എഞ്ചിനീയേഴ്സ് ആക്കുകയാണ്. പുതിയ വിധത്തിലുള്ള എക്സ്പ്ലോറേഷനും ഡിസ്കവറിക്കും ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളെ കണ്ടെത്താനും. ഡയറക്ടർ ഡോക്ടർ പോൾ പാർത്താഴം സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ ജേക്കബ്, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, PTA പ്രസിഡന്റ് രാജീവ് ജോസ്, PTA പ്രതിനിധി ബിനോയ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കോളേജിലെ അക്കാദമിക സൗകര്യങ്ങൾ, വിവിധ പഠന വിഭാഗങ്ങൾ, പരിശീലന പരിപാടികൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ള വിവിധ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് ചടങ്ങിൽ വിശദീകരിച്ചു. പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ജീവനക്കാരുമടക്കം 2000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ യോഗം BJP ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രസാദ് വണ്ണപ്പുറം ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം വണ്ണപ്പുറം BHSCL ഡോക്ടറെ നിയമിക്കുക വണ്ണപ്പുറം BHSCL ഡോക്ടറെ നിയമിക്കുക ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്തുക, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക, കിടത്തി ചികിത്സ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സതീശന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി പ്രസാദ് വണ്ണപ്പുറം ഉദ്ഘാടനം ചെയ്തു. ശ്രീമാൻ K. മുരളീധരൻ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി തൊടുപുഴ കാരിക്കോട് ഗവൺമെൻറ് ആശുപത്രി എത്തിയപ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ പോലുമില്ല. അത്ര
നിർലജ്ജമായിട്ടുള്ള ഒരു ആരോഗ്യ വകുപ്പാണ് ഇന്ന് കേരളത്തിലെ ഭരണം കൈയാളുന്നത്. ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് പ്രധാനമായി പറയാനുള്ളത്, ഈ PHSയിലെ നിയമനങ്ങൾ യഥാവിധി ഉടൻ നടപ്പിലാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഏകദേശം 10-25,000-ഓളം ആളുകൾ അധിവസിക്കുന്ന വണ്ണപ്പുറവും അതുപോലെ പട്ടയക്കുടിയും ഉൾപ്പെടുന്ന വലിയ മലമ്പ്രദേശമാണ് നമ്മുടെ ഈ പഞ്ചായത്ത്. അവരേക ആശ്രയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങൾ ആശ്രയിക്കുന്ന ഈ ഗവൺമെൻറ് ആശുപത്രി BJPയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം വർഷങ്ങളായി പറയുന്നതാണ് ഇവിടെ ഒരു കിടത്തി ചികിത്സ ലഭ്യമാക്കണമെന്ന്. നാളിതുവരെ CPIഎമ്മോ കോൺഗ്രസോ അവർ മാറി മാറി ഭരിച്ചിട്ടും ഈ ആശുപത്രിയിലെ കെടുകാര്യസ്ഥിതിക്കെതിരെ തിരിഞ്ഞു നോക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ അധികാരിയുടെ ചെവിയിലേക്ക് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എത്രയും വേഗം ഈ ആശുപത്രിയിൽ ഉടനടി ഡോക്ടർമാരുടെ നിയമനങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് KP സജീവൻ, മണ്ഡലം പ്രഭാരി വിജയകുമാർ, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി CG റെജി, സ്റ്റേറ്റ് കൌൺസിൽ അംഗം സുരേഷ് തട്ടുപുര, OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു പള്ളിപ്പറമ്പ്, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി മുരളി, മഹിളാ മണ്ഡലം പ്രസിഡന്റ് ദീപ ദിനേശൻ, വണ്ണപ്പുറം മണ്ഡലം വൈസ് പ്രസിഡന്റ് വിമല അനിരുദ്ധൻ, വണ്ണപ്പുറം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അനുരാജ് രാജൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ച പിതാവിനും 12 വയസ്സുകാരനായ മകനും കാളിയാർ പോലീസിന്റെ ആദരവ്. കേന്ദ്ര സർക്കാരിന്റെ ഗതാഗത മന്ത്രാലയം രാഹ്വീർ പദ്ധതിയിലൂടെ നൽകുന്ന 25,000 രൂപ അപകടത്തിൽപ്പെട്ട രജികുമാറിന് തന്നെ നൽകുമെന്ന് ബേബി അറിയിച്ചു. 2025-ലായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോഡരികിൽ ബോധരഹിതനായി കിടന്നയാളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച പിതാവിനും മകനും കാളിയാർ പോലീസിന്റെ ആദരം. വണ്ണപ്പുറം സ്വദേശിയും വൈദ്യനുമായ പുതുപ്പറമ്പിൽ ബേബിയും 12 വയസ്സുകാരനായ മകൻ ആൽഫ്രട്ടുമാണ് മനുഷ്യത്വപരമായ ഇടപെടലിലൂടെ രജികുമാറിന്റെ ജീവൻ രക്ഷിച്ചത്. 2025 നവംബർ 16 രാത്രി വണ്ടമറ്റം ബൈപ്പാസിലായിരുന്നു സംഭവം. തൊടുപുഴ സ്വദേശി രജികുമാർ ബൈക്ക് അപകടത്തിൽപ്പെട്ട് റോഡിൽ ബോധരഹിതനായി കിടക്കുന്നത് അതുവഴി വന്ന ബേബിയും മകൻ ആൽഫ്രട്ടും കാണുകയായിരുന്നു. ഉടൻ തന്നെ ഇരുവരും ചേർന്ന് രജികുമാറിനെ മുതലക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരിയിലേക്ക് മാറ്റി. ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിലാണ് രജികുമാർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. റോഡ് അപകടത്തിൽപ്പെട്ടവരെ ഗോൾഡൻ അവറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രാഘ്വീർ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന 25,000 രൂപയുടെ പാരിതോഷികം പിന്നീട് ബേബിയെ തേടിയെത്തുകയായിരുന്നു. കാളിയാർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ബേബിയെയും മകൻ ആൽഫ്രട്ടിനെയും പോലീസ് ഉദ്യോഗസ്ഥർ ആദരിച്ചു. എന്നാൽ തനിക്ക് ലഭിച്ച 25,000 രൂപ സ്വന്തമായി സ്വീകരിക്കുന്നതിന് പകരം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ രജികുമാറിന് തന്നെ നൽകുമെന്ന് ബേബി അറിയിച്ചു. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് രജികുമാർ എന്നും അതിനാലാണ് പാരിതോഷിക തുക അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചതെന്നും ബേബി പറഞ്ഞു. മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബേബിയും മകൻ ആൽഫ്രട്ടും കാണിച്ച ഇടപെടലും പിന്നീട് പാരിതോഷിക തുക പോലും അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് നൽകാനുള്ള തീരുമാനവും സമൂഹത്തിന് മാതൃകയാണെന്ന് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സജി പോൾ പറഞ്ഞു. ഈ നാട്ടിൽ മനുഷ്യത്വം മരവിച്ച ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ സഹജീവികളെ കുറിച്ച് ഒട്ടുമേ ഒരു ചിന്തയില്ല. പരോപകാരം, ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം നമുക്ക് ചെയ്യുക എന്നുള്ളത് അന്യമായി തീർന്നിരിക്കുന്ന ഒരു കാലത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ബേബി വൈദ്യർ പാലായിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞറുകുറ്റിക്ക് അടുത്ത് വെച്ച് ഒരു ആൾ ബൈക്ക് ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് പലരും ആ വഴി പോയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും വൈദ്യർ വളരെ ക്ഷീണിതനാണെങ്കിലും വളരെ വൈകിയ സമയമാണെങ്കിലും അവിടെ വണ്ടി നിർത്തി അദ്ദേഹത്തെ കയറ്റി പ്രഥമ ശുശ്രൂഷ എല്ലാം ചെയ്ത് ആശുപത്രിയിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അത് തീർച്ചയായും വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മുടെ സമൂഹം കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൊട്ടിഘോഷിച്ച് നടക്കേണ്ട ഒരു കാര്യമല്ലെങ്കിൽ കൂടിയും അത് അത്ര വലിയൊരു കാര്യം ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 25,000 രൂപ കൊടുക്കാനായിട്ട് തീരുമാനമുണ്ടായി. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യർ ആ അപകടം പറ്റിയ ആൾ വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ആളായതുകൊണ്ട് ആ പണം അദ്ദേഹത്തിന് തന്നെ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാളിയാർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിഷ്ണു VV, ബിജു വർഗീസ്, സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ നിഷാദ് PP, ജയേഷ് ഭാസ്കരൻ, ബിനു J മാറാട്ട്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ സുബൈൽ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജേനമ്മ ജോസഫ്, വ്യാപാരി വ്യവസായ സമിതി വണ്ണപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, സെക്രട്ടറി നൌഷാദ് മലനാട് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കാഴ്ചയുടെ കൗതുകമൊരുക്കി UK-യിലെ ബ്രിസ്റ്റൽ ബലൂൺ ഫെസ്റ്റിവൽ. 100-ലധികം ഹോട്ട് എയർ ബലൂണുകളാണ് ആകാശത്ത് ദൃശ്യവിസ്മയമൊരുക്കിയത്. വാലസ് ആൻഡ് ഗ്രോമിറ്റ് മൂൺ റോക്കറ്റ് ബലൂണും ഷോൺ ദ ഷീപ്പ് ബലൂണും ഉൾപ്പെടെയുള്ള പ്രത്യേക ആകൃതിയിലുള്ള ബലൂണുകൾ ഇത്തവണയും ശ്രദ്ധ നേടി. ബ്രിസ്റ്റൽ ബലൂൺ ഫെസ്റ്റിവലിന്റെ ശനിയാഴ്ചത്തെ ആദ്യ കൂട്ടപ്പറക്കൽ മനോഹരമായ കാലാവസ്ഥയിൽ നടന്നു. ആഷ്ടൺ കോട്ടിൽ നിന്നും ഡസൻ കണക്കിന് ഹോട്ട് എയർ ബലൂണുകളാണ് രാവിലെ ആകാശത്തേക്ക് ഉയർന്നത്. തെളിഞ്ഞ നീലാകാശവും അനുകൂലമായ കാലാവസ്ഥയും ബലൂൺ പറക്കലിന് അനുകൂലമായി. തുടക്കത്തിൽ പല ബലൂണുകളും ബ്രിസ്റ്റലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് ബെഡ്മിൻസ്റ്റർ, നോൾ, ഹെൻഗ്രോവ് മേഖലകളിലൂടെ നീങ്ങിയെങ്കിലും പിന്നീട് കാറ്റിന്റെ ദിശ മാറി. ഭൂരിഭാഗം ബലൂണുകളും പടിഞ്ഞാറോട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി ബലൂൺ ട്രാക്കർ വ്യക്തമാക്കുന്നു. വാലസ് ആൻഡ് ഗ്രോമിറ്റ് മൂൺ റോക്കറ്റ് ബലൂണും ഷോൺ ദ ഷീപ്പ് ബലൂണും ഉൾപ്പെടെയുള്ള പ്രത്യേക ആകൃതിയിലുള്ള ബലൂണുകൾ ഇത്തവണയും ശ്രദ്ധ നേടി. ആഷ്ടൺ കോട്ടിലെ ഫെസ്റ്റിവൽ വേദിയിൽ തോമസ് ദി ടാങ്ക് എഞ്ചിൻ ബലൂണും തിരിച്ചെത്തി. പറക്കാൻ കഴിയില്ലെങ്കിലും സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബ്രിസ്റ്റൽ സ്വദേശിനിയും ടെലിവിഷൻ അവതാരകയുമായ കരോൾ വോഡർമാൻ ഫെസ്റ്റിവലിന്റെ കാഴ്ചയെ അതിമനോഹരമെന്നാണ് വിശേഷിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ പരിപാടികൾ കാണാനെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, BBC ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന ക്രൈസ്തവ സന്ദേശം അടിസ്ഥാനമാക്കിയ ദൗത്യം കൊല്ലം രൂപത മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊല്ലം രൂപതയുടെ 700-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ത്രിവത്സര പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ഇല്ലാതെ 9 മാസം. ഇടുക്കി റാണിക്കോവിലിൽ എസ്റ്റേറ്റ് ലയത്തിൽ 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം ഇരുട്ടിൽ. BMS തൊടുപുഴ, ആലക്കോട്, മൂലമറ്റം മേഖലകളുടെ സംയുക്താഭിമുഖ്യത്തിൽ BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന GK അജിത്തിന്റെ അനുസ്മരണ യോഗം തൊടുപുഴയിൽ നടന്നു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോട്ടയം ഡിവിഷൻ സമ്മേളനം പാലായിൽ നടന്നു. ഫെഡറേഷൻ ദേശീയ രക്ഷാധികാരി C രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ യോഗം BJP ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രസാദ് വണ്ണപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.